അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തെ ലജ്ജിപ്പിക്കും വിധം അപമാനിക്കും വിധം ഓരോ മിനിറ്റിലും തെറ്റായ വാർത്തകൾ പടച്ചുവിട്ട് ഊഹാപോഹങ്ങൾ മാത്രം വലിയ സത്യങ്ങൾ എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് സിനിമാ കഥ പോലെ ത്രില്ലടിപ്പിക്കും വിധം ശ്വാസം വിടാതെ സംസാരിച്ച് അർജുൻ വിഷയം വാർത്തയായി തലക്കെട്ടുകൾ കൊടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് ദുരന്തഭൂമിയിൽ ജീവൻ പണയം വെച്ച് കിട്ടിയ വിവരങ്ങളിൽ വസ്തുതകളുണ്ടെന്ന തെറ്റിദ്ധാരണയിൽ എത്തിപ്പെട്ട സന്നദ്ധ പ്രവർത്തകർ നടുനിവർത്തുമ്പോൾ മൈക്കുമായി ചെന്ന് ആദ്യ വിവരം നൽകിയത് ബൈറ്റ് എടുത്തത് ഞങ്ങളാണെന്ന് പൊതുസമൂഹത്തെ കാണിച്ച് ഷോ ഇറക്കിയ ചാനലുകളുണ്ട് ഇവിടെ. വൻതോതിൽ മണ്ണിടിഞ്ഞ് ലോറിയും ആളുകളും അതിനിടയിലായപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം ഒരു പ്രവർത്തനവും നടത്താതെ, സാങ്കേതികമായ തയ്യാറെടുപ്പുകൾ ഒന്നും നടത്താതെ ലോറിയും JCBയും വന്ന് പുഴയിലുണ്ടാകും ലോറി എന്ന് വാദിച്ച ഒരു കൂട്ടർക്ക് മുന്നിലേക്ക് ജീവൻ പണയപ്പെടുത്തി ഇറങ്ങിയ സന്നദ്ധ പ്രവർത്തകർ അപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളല്ലാതെ എന്ത് മുൻനിർത്തി തിരച്ചിൽ നടത്തും? സാധാരണക്കാരായ ആ മനുഷ്യർക്ക് എന്ത് സാങ്കേതിക വശമാണ് അപ്പോൾ മനസ്സിലാകുക? അവർ കരയിലുണ്ടാകുമെന്നുറപ്പിൽ കരയിൽ തിരഞ്ഞു. പുഴയിലുണ്ടെന്ന് വാദിച്ചവർ എന്തേ ആദ്യ മണിക്കൂറിൽ തുടക്കത്തിൽ തിരഞ്ഞ് കണ്ടുപിടിക്കാതെ പോയത്? അടുത്ത രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നപ്പോൾ സമ്മർദ്ദം മൂലം ദൗത്യ സംഘത്തെ എത്തിച്ചപ്പോഴാണ് യഥാർത്ഥ ചിത്രം വ്യക്തമായത്. അതും അപകടം നടന്ന ഒരാഴ്ച പിന്നിട്ടപ്പോൾ മാത്രമാണ് ഈ വിവരങ്ങളെല്ലാം ലഭിച്ചത്. അപകടം നടന്ന അടുത്ത മണിക്കൂറിൽ തന്നെ രക്ഷാദൗത്യം നടത്തേണ്ടവർ വീട്ടിലിരുന്നപ്പോൾ വിവരമറിഞ്ഞ് കിട്ടിയ വിവരങ്ങൾക്കനുസരിച്ച് ഇറങ്ങി പുറപ്പെട്ട രഞ്ജിത്ത് ഇസ്രായേലിനെ പോലെയുള്ളവരെ ഇന്ന് രാഷ്ട്രീയവൽക്കരിച്ച് കടിച്ചു കീറാൻ വരുന്നവരോട് എന്തു പറയാനാണ്? ആരുമില്ലാതെ മണ്ണിൽ കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ദുരന്തഭൂമിയിൽ സമ്മർദ്ദം ചെലുത്തി കെടുകാര്യസ്ഥതയെ ചോദ്യം ചെയ്ത് അർജുന്റെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കിയ മനുഷ്യരോട് ഇന്ന് പുച്ഛമാണ്. ഇന്ത്യയിലെ പ്രധാന ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ഒരു ചെറുപ്പക്കാരൻ മാത്രമാണ് ഇപ്പോൾ കുറ്റക്കാരൻ. അയാൾ കാരണമാണത്രേ ഇതെല്ലാം വൈകിയത്. തെറ്റായ വാർത്തകൾ തുടക്കം മുതലേ ബ്രേക്കിംഗ് ന്യൂസായി അവരെ തെറ്റിദ്ധരിപ്പിച്ച മാധ്യമങ്ങൾ പുണ്യാളന്മാരായി. മറ്റു വിവരങ്ങളൊന്നും ലഭിക്കാതിരുന്നപ്പോൾ ആകെ ആശ്രയിക്കാവുന്ന മാധ്യമങ്ങളെ പൂർണ്ണമായും വിശ്വസിച്ച് ദുരന്തഭൂമിയിലേക്ക് ഇറങ്ങിയ രഞ്ജിത്ത്, നിങ്ങൾക്കൊരു തെറ്റുപറ്റി. ഇവരെ നിങ്ങൾ വിശ്വസിച്ചത്